kids, welcome to Neha Nadia Creation. വീണ്ടും നെഹ നാദിയ ക്രിയേഷനിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളിലെ ഉ എന്ന അക്ഷരമാണ്. ഉ എന്ന അക്ഷരം, അതിനോടൊപ്പമുള്ള വാക്കുകൾ ഇന്ന് നമുക്ക് പഠിക്കാം. ഉ എന്ന അക്ഷരം നമുക്ക് എഴുതി നോക്കാം. ദാ ഒരു പുള്ളി പോലെ ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ദാ വരുന്നു, കണ്ടോ? താഴോട്ട് കൊണ്ടുവന്ന് ദാ നീട്ടി ഇങ്ങനെ ഇടണം. ഇതാണ് ഉ. എല്ലാവരും കണ്ടില്ലേ? ഒന്നുകൂടി കാണിക്കാം. ദാ ഇങ്ങനെ വന്ന് ഇങ്ങനെ വളച്ചു കൊണ്ടുവന്ന് ദാ ഇങ്ങനെ ഇടുക. ഇതാണ് ഉ. ദാ ചിത്രം നോക്കൂ. ഇതെന്താണെന്നറിയാമോ? ഒരു സംഗീത ഉപകരണമാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ, ഇത് കൊട്ടുമ്പോൾ ധും 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 എന്നുള്ള ശബ്ദവും പുറത്തു വരും. ഇതിൻ്റെ പേരാണ് ഉടുക്ക്. എന്താണ്? ഉടുക്ക്. എങ്ങനെയാണ് ഉടുക്ക് എന്ന് എഴുതുന്നതെന്ന് നമുക്കിനി നോക്കാം. ഊ വെച്ച് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വാക്കാണ് ഉടുക്ക്. നമുക്ക് എഴുതി നോക്കാം കേട്ടോ. ഊ, ഡു, ക്ക്, ഉടുക്ക്. കണ്ടില്ലേ എല്ലാവരും? ഉടുക്ക്. ദാ എല്ലാവരും നോക്കിയേ, ഇതാരാ അറിയാമോ? ഉറുമ്പുകൾ അല്ലേ? എല്ലാവരും ഉറുമ്പിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ഊ വെച്ച് പഠിക്കാൻ പോകുന്ന അടുത്ത വാക്കാണ് ഉറുമ്പ്. എന്താണ് ഉറുമ്പ്? നമുക്കൊന്ന് എഴുതി നോക്കാം. നമ്മൾ ഇപ്പൊ കണ്ടത് ഉറുമ്പിന്റെ ചിത്രമല്ലേ? ഉറുമ്പ് എന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. ഉ, റു, ബ്, ഉറുമ്പ്. കണ്ടില്ലേ? ഉറുമ്പ്. അപ്പൊ രണ്ട് വാക്ക് നമ്മൾ പഠിച്ചു, ഉടുക്ക്, ഉറുമ്പ്. ദാ ഈ ചിത്രം നോക്കൂ. നിറയെ മലകൾ കാണുന്നില്ലേ? കിളികളെയും കാണുന്നു. മലയുടെ ഇടയിൽ നിന്ന് ആരോ വരുന്നുണ്ടല്ലോ. ആരാണ്? സൂര്യൻ അല്ലേ? സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന വാക്കാണ് ഉദയം. എന്താണ് ഉദയം? നമുക്ക് ഉദയം എന്ന് എഴുതി നോക്കാം. ഉ, ധ, യം, ഉദയം. ഉദയം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന അക്ഷരമാണ് ഉ. അതിനോടൊപ്പം പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഉടുക്ക്, ഉറുമ്പ്, ഉദയം. എല്ലാവരും കണ്ടില്ലേ വാക്കുകളൊക്കെ? എല്ലാവർക്കും മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ
കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.